SSLC മാത്സിന്റെ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റർ, അതായത് അരിത്മെറ്റിക് സീക്വൻസും മാത്തമാറ്റിക്സ് ഓഫ് ചാൻസും ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാഠമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 പാഠങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് പത്മകുമാർ. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ ഈ പാഠത്തിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല, കുറച്ച് പ്രോപ്പർട്ടീസ്. അത് സർക്കിളിന്റെ ആംഗിൾ എങ്ങനെ വരും, സർക്കിളിനകത്തുള്ള പേരുകൾ, ഓരോന്നിന്റെ ടേമുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇതിനുള്ള മാർക്കുകളെല്ലാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ എടുത്തു. ഓക്കെ, ഈ സർക്കിളിൽ സെക്ടർ എന്താണ്, സെഗ്മെന്റ് എന്താണ്, ആർക്ക് എന്താണ്. ഞാൻ ഈ സർക്കിളിൽ സെന്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് 2 റേഡിയസ് വരച്ചു. ഓക്കെ, സെന്ററിൽ നിന്ന് 2 റേഡിയസ് വരച്ചു. നമ്മളൊരു കേക്ക് ആണ് സങ്കല്പിക്കുക, ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ എടുക്കുക. ഇപ്പൊ ഇവിടെ ഈ ഒരു പീസ് കിട്ടിയില്ലേ, ഇങ്ങനൊരു ഭാഗം, ഇതിന്റെ പേരാണ് എന്ത്, സെക്ടർ. ഓക്കെ, ഈ ഒരു പാർട്ടിന്റെ പേരാണ് സെക്ടർ. ഇനി ഇവിടം മുതൽ ഇതുവരെയുള്ള ഇത്രയും നീളം, ഈ അതായത് നമ്മൾ ഈ ആർക്കൊക്കെ വരയ്ക്കൂലേ, നമ്മൾ കോമ്പോസിറ്റ് ചെറിയ ക്ലാസ്സുകളിലായാലും പടം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പീസ് വരയ്ക്കുന്നതിന് ആർക്ക് എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുപോലെ ഇത് മുതൽ ഇതുവരെയുള്ള നീളം, അല്ലെങ്കിൽ ഇത് മുതൽ ഇത്രയുമുള്ളൊരു നീളം, അതിനെ പറയുന്ന പേരാണ് ആർക്ക് ലെങ്ത്. ഓക്കെ, ആർക്ക് ലെങ്ത് അതായത് ഒരു സർക്കിളിന്റെ കംപ്ലീറ്റ് സർക്കിൾ അല്ല, ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു വര, അതിനെ പറയുന്ന പേരാണ് ആർക്ക്. ഓക്കെ, അതിന്റെ നീളത്തെ പറയുന്ന പേരാണ് ആർക്ക് ലെങ്ത്. ഇനി രണ്ടാമതായിട്ട് ഒരു സർക്കിളിൽ ഞാൻ വെറുതെ ഒരു വര വരച്ചു. ആ വരയുടെ പേരാണ് കോഡ്. ഓക്കെ, വെറുതെ വരയ്ക്കുന്ന ഒരു വരയുടെ പേര് കോഡ്. ആ കോഡ് സർക്കിളിനെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യും. ഈ ഭാഗങ്ങളുടെ പേരാണ് സെഗ്മെന്റ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ 3 ടേമുകളാണ്. സെക്ടർ എന്താണ്, ആർക്ക് എന്താണ്, സെഗ്മെന്റ് എന്താണ്. ഒന്നുകൂടി, സർക്കിളിൽ അത് 2 റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ ഒരു കേക്കിന്റെ പോലുള്ള ഒരു കഷ്ണം കിട്ടും. അതിന്റെ പേരാണ് സെക്ടർ. സെക്ടർ വരച്ചാലും 2 റേഡിയസ് വരച്ചിട്ടായാലും കോഡ് വരച്ചിട്ടായാലും നമുക്ക് സർക്കിളിന് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ചെറിയ പീസും ഇവിടെ ഒരു വലിയ പീസും, ഇവിടെ ഒരു ചെറിയ പീസ് വലിയ പീസ്, അതായത് ആ വര, ആ ബൗണ്ടറി, അതിനെ പറയുന്ന പേരാണ് ആർക്ക്. ഓക്കെ, ഇനി ഞാൻ നടുക്കൂടെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കൂടെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ 2 പീസായിട്ട് അത് ഡിവൈഡ് ആവും. ആ പീസുകളെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റുകൾ. ഓക്കെ, നമുക്ക് ഇനി ഇതിലെ വലിയ പീസിനെ, ഇവിടെ ഇത് സെക്ടർ അല്ലേ, അപ്പോൾ വലിയ പീസിനെ മേജർ സെക്ടർ എന്നും ചെറുതിനെ മൈനർ സെക്ടർ എന്നും വിളിക്കാം. അതുപോലെ വലിയ ആർക്കിനെ മേജർ ആർക്ക് എന്നും ചെറുതിനെ മൈനർ ആർക്ക് എന്നും വിളിക്കാം. അതുപോലെ വലിയ സെഗ്മെന്റിനെ മേജർ സെഗ്മെന്റ്, ചെറുതിനെ മൈനർ സെഗ്മെന്റ്. അതായത് വലിയ വലിയ സാധനങ്ങളുടെ കൂടെ മേജർ ചേർത്ത് പറയും, ചെറുതിന്റെ കൂടെ മൈനർ ചേർത്ത് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഒന്നാമതായിട്ട് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഞാനിതിനകത്ത് കോഡ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു ഇല്ലേ, കോഡ് എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞു. അപ്പോൾ ഒരു കോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കിളിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു വെറുതെ വരയ്ക്കുന്ന ഒരു വര. ഓക്കെ, അതിന് എനിക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. സർക്കിളിനകത്ത് എങ്ങനെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഒരു സർക്കിൾ ഇരിക്കുന്നു സങ്കല്പിക്കാം. ആ സർക്കിളിനകത്ത് വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കോഡിന്റെ പേരാണ് എന്തോന്ന്, ഡയമീറ്റർ. ഓക്കെ, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ സർക്കിളിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോഡാണ്. അത് പാസ് ചെയ്ത് പോകുന്ന എവിടെ കൂടെ ആയിരിക്കും, സെന്ററിൽ കൂടെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നോക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. എൻ്റെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ഞാൻ വെറുതെ ഒരു കോഡ് വരച്ചു. ഓക്കെ, ആ കോഡിന്റെ 2 അറ്റങ്ങളെ, കോഡിനെ മലയാളത്തിൽ ഞാണെന്നാണ് പറയുന്നത്. അതിന്റെ 2 അറ്റങ്ങളെ എനിക്ക് 2 സെഗ്മെന്റിൽ, ഇവിടെ ഒരു വലിയ സെഗ്മെന്റും ഉണ്ട്, ചെറിയൊരു സെഗ്മെന്റും ഉണ്ട്. ഈ സെഗ്മെന്റിൽ ഒരു ഭാഗത്തേക്ക് ഞാൻ ജോയിൻ ചെയ്തു, ഈ 2 അറ്റങ്ങളെ ജോയിൻ ചെയ്തു. ഇവിടെ കിട്ടിയ ആംഗിൾ എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇതേ 2 അറ്റങ്ങളെ ഈ സൈഡിൽ വേറെ എവിടെ ജോയിൻ ചെയ്താലും ആംഗിൾ എന്ത് തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് ഇതിന് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ജോയിൻ ചെയ്തെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ കിട്ടുന്ന ആംഗിൾ വൈ ആയിരിക്കും. ഓക്കെ, ഇതിന് വേറെ ഇവിടെ എവിടെ ജോയിൻ ചെയ്താലും എന്തായിരിക്കും, വൈ ആയിരിക്കും. അപ്പോൾ ഒരു കോഡിന്റെ 2 അറ്റങ്ങളെ അതിന്റെ ഒരു സെഗ്മെന്റിൽ എവിടെ ജോയിൻ ചെയ്താലും ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഒരു കോഡിന്റെ 2 അറ്റങ്ങളെ ഒരു സെഗ്മെന്റ് ഏത് പോയിന്റിൽ ജോയിൻ ചെയ്താലും ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. രണ്ടാമതായിട്ട് താഴെയുള്ള ചെറിയ സെഗ്മെന്റിലും അതുപോലെ അവിടെയും ആംഗിൾ എല്ലാം സെയിം ആയിരിക്കും. മെയിൻ ആയിട്ട് ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ ഞാൻ ഇവർ 2 പേരും തൽക്കാലം പരിഗണിക്കുന്നില്ല, ബാക്കിയുള്ള ആൾക്കാരെ മാത്രം എടുക്കുക. അതുപോലെ ഇവിടെ ഇയാൾ എടുത്തില്ല. ഓക്കെ, ഞാനിപ്പോ ഇങ്ങോട്ടും ജോയിൻ ചെയ്തു, ഇങ്ങോട്ടും ജോയിൻ ചെയ്തു.
ഇപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളും വൈ എന്ന് പറയുന്ന ആംഗിളും ഉണ്ട്. അവർ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എനിക്ക് എല്ലായ്പ്പോഴും 180 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ നോക്കിയേ, എ ബി സി ഡി എന്നീ 4 കോർണറിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 കോർണറുകളും എവിടെ തട്ടി നിൽക്കുന്നുണ്ട്? സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത് ഇല്ലേ? ഈ 4 കോർണറും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എല്ലായ്പ്പോഴും 180 ആയിരിക്കും. ഓക്കെ ആണോ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് ഈ കോഡ് എങ്ങനെയാണോ വരയ്ക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ ഏറ്റവും വലിയ കോഡാക്കി വരച്ചു, അതായത് ഡയമീറ്റർ ആക്കി വരച്ചു. അങ്ങനെയെങ്കിൽ ഈ രണ്ടറ്റങ്ങളെ ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എല്ലായ്പ്പോഴും 90 ആയിരിക്കും. അതിവിടെ എവിടെ ജോയിൻ ചെയ്താലും എന്തായിരിക്കും? 90 ആയിരിക്കും. ഇപ്പുറ സൈഡിൽ ജോയിൻ ചെയ്താൽ എന്ത് തന്നെയാണ്? 90 തന്നെയാണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിളിനെ കൂട്ടുമ്പോൾ 180 വരണ്ടേ. അപ്പോൾ ഒരിടത്ത് കൂട്ടുമ്പോൾ 90 ആണെങ്കിൽ മറ്റൊരിടത്ത് എത്ര തന്നെയായിരിക്കും? 90 തന്നെയായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്, ഒരു കോഡിനെ, വെറുതെ വരയ്ക്കുന്ന ഒരു കോഡിനെ ഒരു സെഗ്മെന്റിൽ എവിടെ ജോയിൻ ചെയ്താലും ആംഗിളുകളെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ സെയിം ആയിരിക്കും. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 കിട്ടും. ഇനി അത് ഡയമീറ്റർ ആണെങ്കിലോ ആ സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളുകളെല്ലാം 90 ആയിരിക്കും, താഴെ 90 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെക്ടർ എന്താണ്, ഞാൻ ഈ പാഠത്തിലുള്ള കാര്യങ്ങളാണ് ഷോർട്ടാക്കി ഇവിടെ എഴുതിയിട്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെക്ടർ എന്താണെന്ന് പഠിച്ചു, സെഗ്മെന്റ് എന്തെന്ന് പഠിച്ചു, കോഡ് പഠിച്ചു. അടുത്തായിട്ട് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും പഠിച്ചു. ഓക്കെ, അടുത്തായിട്ട് എന്താണ് സെൻട്രൽ ആംഗിൾ? ഒരു സർക്കിളില് ഞാൻ 2 റേഡിയസ് വരയ്ക്കുന്നു. ഈ 2 റേഡിയസ് വരയ്ക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ എനിക്കൊരു ആംഗിൾ കിട്ടത്തില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഒരു സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ, അതിനെ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. സിമ്പിൾ ആയിട്ട് മീനിങ് എടുക്കാൻ പറ്റും. ഒരു സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ, അതിനെ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഇനി ഇവിടെ ഞാൻ ഈ 2 റേഡിയസിനെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു കരുതുക. എനിക്ക് അവിടെ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത, ഇത് എല്ലായ്പ്പോഴും ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഇവിടെ എത്രയാണോ ആംഗിൾ അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. കാരണം എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും ഇല്ലേ? ഇപ്പൊ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ വശം എന്തായിരിക്കും? റേഡിയസ്. ഈ വശം എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ്. ഒരു സർക്കിളിന്റെ പല റേഡിയസ് വരുമോ? ഇല്ല, ഒരു സർക്കിളിന്റെ റേഡിയസ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഈ റേഡിയസ് 5 ആണെങ്കിൽ ഈ റേഡിയസ് എന്ത് തന്നെ? 5 തന്നെ. അതായത് ഈ ട്രയാങ്കിളിലെ 2 സൈഡുകൾ എന്തായി? തുല്യമായി. 2 വശങ്ങൾ തുല്യമായാൽ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന ഓരോ പ്രോപ്പർട്ടിയും, ഒരു ട്രയാങ്കിളിലെ 2 റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ അവരെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ സെൻട്രൽ ആംഗിൾ പഠിച്ചു, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പഠിച്ചു. ഇനി അടുത്തായിട്ട് ഇവിടെ എനിക്കൊരു സെൻട്രൽ ആംഗിൾ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു. ഈ കോഡിന്റെ, ഇവിടെ ഇരിക്കുന്ന ഈ കോഡിന്റെ 2 അറ്റങ്ങളെ ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, പിറകിലുള്ള സെഗ്മെന്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്രയാണോ വരുന്നത് അതിന്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അത് ഇവിടുത്തെ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും അതിന്റെ പിറകിലെ സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ. നമുക്ക് പടം ഇങ്ങനെയൊക്കെ തരാം. എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊടുക്കും? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന്. ഈ കോർണർ ഞാൻ പേര് കൊടുക്കാം, എ ബി സി ഡി. ഈ 4 കോർണറും സർക്കിളിൽ ടച്ച് ചെയ്തല്ലേ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത, ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 കിട്ടും. സോ ഇവിടെ 30 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 150. അതായത് 180 മൈനസ് 30 ഈക്വൽ ടു 150. ആംഗിൾ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന പ്രോപ്പർട്ടികൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതുപോലെ ഒരു സെഗ്മെന്റിലെ ആംഗിൾ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ഐസോസെലസ് ട്രയാങ്കിൾ തൊട്ടുമുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടി, ഇവിടുത്തെ പകുതി ആയിരിക്കും ഇവിടെ ആ പ്രോപ്പർട്ടി. ഓക്കെ, 4 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ആദ്യം പറഞ്ഞത് എന്താണ് സെക്ടർ? ഒരു സർക്കിളിൽ 2 റേഡിയസ് വരച്ചു. ആ 2 റേഡിയസ് വരയ്ക്കുമ്പോൾ എനിക്കിവിടെ ഒരു കേക്ക് പീസ് പോലത്തെ ഒരു ഭാഗം കിട്ടും. അതിനെ പറയുന്ന പേരാണ് സെക്ടർ. ഇനി എന്താണ് സെഗ്മെന്റ്? ഞാൻ സർക്കിളിൽ ഒരു കോഡ് വരച്ചു. അപ്പോൾ 2 പീസായിട്ട് അവിടെയും സ്പ്ലിറ്റ് ആവും. ആ പീസുകളെ പറയുന്ന പേരാണ് സെഗ്മെന്റുകൾ. ഓക്കെ, സെഗ്മെന്റ്. ഇനി 2 കേസിലും ഇവിടെ ഒരു ചെറിയ പീസും കിട്ടും, ഇവിടെ ഒരു വലിയ പീസും കിട്ടും.
ആ ഏരിയ അല്ല ഞാൻ പറയുന്നത്, ബൗണ്ടറി മാത്രമാണ്. അതൊരു വളയാണെങ്കിൽ വള പൊട്ടിക്കഴിഞ്ഞാൽ 2 പീസായിട്ട് കിട്ടത്തില്ലേ, അതുപോലെ ഇവിടെയും ഒരു ചെറിയ പീസും കിട്ടും, ഒരു വലിയ പീസും കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് ആർക്ക്. ഓക്കെ ആണോ? അടുത്താണ് നമ്മൾ പറഞ്ഞത് ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ഈ കോഡിനെ ഈ സെഗ്മെന്റിൽ എവിടെ ജോയിൻ ചെയ്താലും ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്താലും ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതിന്റെ റീസൺ എന്താണ്? ഇതിന്റെ 4 കോർണർ എവിടെ ടച്ച് ചെയ്തിരിക്കുന്നു? സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ആയിരിക്കും. ഓക്കെ. അടുത്തായിട്ട് പഠിച്ചത് ഒരു സർക്കിളിലെ ഡയമീറ്ററിന്റെ അറ്റങ്ങളെ സർക്കിളിലേക്ക് ജോയിൻ ചെയ്താൽ എല്ലായ്പ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. ഒരു സെമി സർക്കിളില് രണ്ടറ്റങ്ങളെ, അതേ സെമി സർക്കിളിന്റെ രണ്ടറ്റങ്ങളെ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ എത്ര ആയെന്ന് ചോദിക്കും. ഓക്കെ. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ വരച്ചിരിക്കുന്ന വര എന്താണ്? ഡയമീറ്റർ ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിലേക്ക് ഒരു സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പിറകിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഫിഗർ. ഇതിൽ തന്നിരിക്കുന്ന ആംഗിൾ 100 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടത്തെ ആംഗിളും കണ്ടുപിടിക്കണം, ഇവിടത്തെ ആംഗിളും കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? നമുക്കിനി അറിയാം എന്താണ്? സെൻട്രൽ ആംഗിൾ നേരെ പകുതിയായിരിക്കും പിറകിൽ വരുന്നത്. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. കഴിഞ്ഞു. ഓക്കെ. ഇനി ഇവിടുത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പോസിറ്റ് ആംഗിളുകളെ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ 50 അല്ലേ? അപ്പൊ ഇവിടത്തെ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 50 ഈക്വൽ ടു 130. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രി. ക്ലിയർ ആണോ? ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ മോഡൽ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഒരു ഇതാണ് ഫിഗർ. ഇതില് ഇവിടത്തെ ആംഗിള് 30 എന്നും ഇവിടത്തെ ആംഗിള് 20 എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് ബാക്കി എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. എല്ലാ ആംഗിളും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിള്, ഇവിടുത്തെ ആംഗിള്, ഇവിടത്തത്, ഇവിടത്തത്. ഓക്കെ. ഈ 4 പേരെയും കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം നോക്കിയേ. ഒരു സർക്കിളില് 2 റേഡിയസ് വരയ്ക്കുന്ന ട്രയാങ്കിൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ പ്രത്യേകത 2 ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. ഇവിടെ വരുന്ന ആംഗിള് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഇത് 2 റേഡിയസ് അല്ലേ? അപ്പോൾ ഈ 2 ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എനിക്ക് അവിടുത്തെ 2 പേരുടെയും വാല്യൂ അറിയത്തില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു വര വരച്ചു. ഇപ്പൊ എനിക്കിതാ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അതിൽ ഈ നീളവും ഈ നീളവും സെയിം അല്ലേ? കാരണം റേഡിയസ് അല്ലേ സർക്കിളിന്റെ. അപ്പൊ ഇതെന്താണ്? ഐസോസെലസ് ആണ്. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 30 ആയിരിക്കും. അടുത്ത ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇവിടെ 20 അല്ലേ? ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഇതും എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. സോ ഇപ്പൊ ഇവിടെ 20 30 മൊത്തം എത്രയായി? 50 ഡിഗ്രി അല്ലേ? 20 30 കൂടെ കൂട്ടി എത്ര എഴുതാം? 50 എഴുതാം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി, സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും പിറകിൽ വരുന്നത്. അപ്പൊ എനിക്ക് തിരിച്ചു പറഞ്ഞൂടെ, ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. 50ന്റെ ഇരട്ടി എത്രയാണ്? 100. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൽ ഒരു ആംഗിൾ 100 ആണെന്ന് എനിക്കറിയാം. സോ 100നെ ഞാൻ മൈനസ് ചെയ്യുന്നു. മിച്ചം എനിക്ക് എത്ര കിട്ടും? 80 കിട്ടും. അതായത് ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആകാനായിട്ട് ഇനി എത്ര ഡിഗ്രിയുടെ ആവശ്യമുണ്ട്? 80 ഡിഗ്രിയുടെ ആവശ്യമുണ്ട്. ആ 80 എന്ന് ഇവിടെ രണ്ടിടത്തുമായിട്ടല്ലേ വരുന്നത്? ഐസോസെലസ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ 80നെ പകുതിയാക്കുക. എത്ര കിട്ടും? 40 ഡിഗ്രി. അപ്പോൾ ഇവിടെയും 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി. ക്ലിയർ അല്ലേ? 50 100 40 40. ഇതാണ് ഇതിന്റെ എല്ലാ ആംഗിൾസ്. ഓക്കെ ആണോ? പിന്നെ 3 കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ ഇരിക്കുന്നു. ഓക്കെ. അതിനാണ് ഡയഗണൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2-3 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ 30 ആണെന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ 45, ഇവിടെ 20. ഇതിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. എല്ലാ ആംഗിളും എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ 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 ഇവിടെ. ഓക്കെ. ഇതെല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ കണ്ടിട്ട് വലിയ അമ്പരക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി ഓർമ്മിക്കുക. ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്,
ആ കോഡിനെ ഇങ്ങനെ ജോയിൻ ചെയ്താലും ഇവിടെ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് ആ പ്രോപ്പർട്ടി ഇതിലേക്ക് കൊടുക്കാം. ഇവിടെ ഞാനിതാ ആദ്യം ആരെടുക്കാം? ഈ ഒരു കോഡിനെ സങ്കല്പിക്കുന്നു. ഓക്കെ, ഈ ഒരു കോഡ് മാത്രം ഞാനൊന്ന് ഈ ഒരു കോഡ് മാത്രമേ സങ്കല്പിച്ചു. ഇതിന്റെ രണ്ടറ്റങ്ങളെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 30 ഡിഗ്രി കിട്ടി അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, എഴുതി മനസ്സിലായോ? ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ 30 ഡിഗ്രി. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ എത്ര തന്നെ? 30 തന്നെ. അടുത്തതായിട്ട് ഈ കോഡ് എടുക്കാം. ഇവിടെയുള്ള ഒരു കോഡ് ഉണ്ടല്ലോ. സോ ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 20 ഡിഗ്രി. അങ്ങനെയെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും ഇല്ലേ? ഇതുപോലെ ഒരു കോഡിനെ രണ്ടറ്റങ്ങളെ സർക്കിളിലെ ഒരു സൈഡില് എങ്ങനെ ജോയിൻ ചെയ്താലും ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ കോഡ് എടുക്കാം. അതിനെ താഴോട്ടേക്ക് ജോയിൻ ചെയ്തു. എത്ര ഡിഗ്രി? 45 ഡിഗ്രി. അങ്ങനെയെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ ഇവിടെ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏറെക്കുറെ എല്ലാ ആംഗിൾസും ഫില്ലായി. ഇനി നമുക്ക് രണ്ടുപേരുടെ ബാക്കിയുണ്ട്. അവിടുത്തെ രണ്ടുപേരുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് അവിടേക്ക് നമ്മൾ നിർത്തി. എന്നിട്ട് ഇവിടെ നോക്കാം. ഈ ട്രയാങ്കിൾ എടുക്കാം. 20ഉം 30ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 50 അവിടെ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. അപ്പോൾ അതിൽ 50, ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എത്ര ഉണ്ട്? 50 ഉണ്ട്. സോ 180ൽ നിന്ന് ആ 50നെ കുറയ്ക്കുക. എത്ര കിട്ടും? 130. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 130 ഡിഗ്രി. നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ വി ഷേപ്പിൽ, അതായത് രണ്ട് വര ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയും വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന്റെ പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇവിടെ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഞാൻ മൊത്തത്തിൽ എഴുതാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ ഇവിടെ 130 ആണെങ്കിൽ എത്രയായിരിക്കും? 130 ആയിരിക്കും. നോക്കിയേ, ഒരു പോയിന്റിനെ ചുറ്റുമുള്ള കോണുകൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 360 ഡിഗ്രിയിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി 130ഉം 130ഉം, അതായത് എത്ര? 260 ഡിഗ്രി അവിടെ ഉണ്ട്. സോ ആ 260നെ മാറ്റി. ബാക്കി എത്ര കിട്ടും? അപ്പോൾ 100 കിട്ടും. അതായത് ഈ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ഡിഗ്രി ആയിട്ട് മാറും? 100 ഡിഗ്രി ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഒരാൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇവിടെയും 50 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്കിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വലിയ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ 20, 30, സോ അവിടെ 50 ഉണ്ട്. ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ആണ്. അതിൽ നിന്ന് 50 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 130 കിട്ടും. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും 130 ആയിരിക്കും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇങ്ങനെയും വരും കേട്ടോ. ഇങ്ങനെ എടുത്താലും സെയിം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുത്താൽ മാത്രമല്ല, ഇങ്ങനെ എടുത്താലും ആംഗിൾസ് സെയിം ആയിരിക്കും. ഇനി ഇത് മൊത്തത്തിൽ എത്രയാണ്? ഒരു ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. എപ്പോഴും 360 ഡിഗ്രിയാണ് ചുറ്റുമുള്ള ആംഗിൾ. അതായത് ഒരു സർക്കിൾ ചെയ്ത് കംപ്ലീറ്റ് സർക്കിൾ ചെയ്ത് വരുന്ന ആംഗിൾസ് 360 ആയിരിക്കും. 130, 130, 260 ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ 360, 260 കുറച്ചാൽ ബാക്കി 100. അതായത് ഈ രണ്ടുപേരും കൂടെ ചേർത്ത് 100. അതായത് ഒരാൾ എത്രയായിരിക്കും? പകുതിയായിരിക്കും. 50, 50. ഇനി ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഇതൊരു ട്രയാങ്കിൾ ആണ്. സോ ടോട്ടൽ 180 ആണ്. ഓക്കെ, 180 ആണ്. അതിൽ എത്ര പേര് എനിക്ക് അറിയാം? 50ഉം 45. അതായത് 95 ഡിഗ്രി അവിടെ എനിക്ക് അറിയാവുന്നവർ ഇരിപ്പുണ്ട്. സോ 180ൽ നിന്ന് 95 കുറയ്ക്കാം. എത്ര കിട്ടും? 85 അല്ലേ? 85 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 80, 90, 180. ഓക്കെ, ഇവിടെ എത്ര ഡിഗ്രി? 85 ഡിഗ്രി. ഈ കോഡിനെ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ അവിടെ 85. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇവിടെയും എത്രയായിരിക്കും? 85 ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ എല്ലാ ആംഗിളും കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആംഗിൾ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് 2 കാര്യമാണ് ബാക്കിയുള്ളത്. അതിലൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കത് എങ്ങനെ നോക്കാം. നിങ്ങൾക്ക് സർക്കും റേഡിയസ് എന്ന് പറയുന്ന ഒരു ടേം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലും ഉണ്ട്, ടാൻജന്റിന്റെ പാഠത്തിലും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് സർക്കും റേഡിയസ് എന്ന് പറഞ്ഞ ഒരളവ് തന്നെങ്കിൽ, ഇപ്പോൾ സർക്കും റേഡിയസ് ഒരു 3 സെന്റിമീറ്ററും ആംഗിളുകൾ ട്രയാങ്കിളിന്റെ കോണളവുകൾ 62.5 ഡിഗ്രി, അതുപോലെ 22.5 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണ് ട്രയാങ്കിൾ 62.5യും 67.5യും എടുക്കുക. അപ്പോൾ സർക്കും റേഡിയസ് തന്നിട്ടുണ്ട്,
ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിലെ രണ്ട് കോണുകൾ എത്രയാണ്? 62യും 67യും. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ കോമ്പസിൽ 3 സെന്റിമീറ്റർ അളവെടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഈ 62നെ ഇരട്ടിയാക്കുക. 62ന്റെ ഇരട്ടി, അതായത് 62 ഇൻറ്റു 2 ചെയ്യുക. 62ന്റെ ഇരട്ടി എത്രയാണ്? 60ന്റെ ഇരട്ടി എത്രയാണ്? 120. 2ന്റെ ഇരട്ടി 4, സോ 124. 6 1, സോ 125. ഓക്കെ, ഇതാണെങ്കിൽ 135. നിങ്ങൾ ഇരട്ടി എടുത്താൽ മതി. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി എടുക്കുക. ഇനി 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരയ്ക്കുക. സെന്ററിൽ ആദ്യത്തെ വര ഇഷ്ടമുള്ളിടത്തോട് വരയ്ക്കുക. ഇങ്ങോട്ട് തന്നെ വരയ്ക്കണമെന്നില്ല, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അതിൽ നിന്ന് പൊട്രാക്ടർ വെച്ചത് ഇവിടെ സെന്ററിൽ പൊട്രാക്ടർ വെച്ച് 125 ഡിഗ്രി എടുത്ത് ഫസ്റ്റ് എഡ്ജ് വരെ വരയ്ക്കുക. ഓക്കെ, അടുത്തടുത്ത ഇവിടെ ഇങ്ങനെ പൊട്രാക്ടർ വയ്ക്കുക. ഓക്കെ, ഈ വരയിൽ പൊട്രാക്ടർ വയ്ക്കുക. എന്നിട്ട് അവിടെ രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി അളന്ന് രണ്ടാമത്തെ വരയും വരയ്ക്കുക. അപ്പൊ ആദ്യം വെറുതെ ഒരു വര വരയ്ക്കുക. ഫസ്റ്റത്തെ ആംഗിൾ ഇരട്ടി എത്രയാണ്? 125, അത് ആദ്യം വരയ്ക്കുക. രണ്ടാമത് എത്രയാണ്? 135, അത് രണ്ടാമത് വരയ്ക്കുക. അതിനുശേഷം ഈ അറ്റങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമുക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഈ പറയുന്ന ആംഗിൾ എവിടെ വരും? നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടിയാണ്. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതിയായിരിക്കും പിറകിൽ വരുന്നത്, അല്ലേ? അപ്പൊ ഇവിടുത്തെ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഇവിടെ 125 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? 62. അത് എവിടെ വരും? അതിന്റെ പിറകിൽ വരും. ഓക്കെ, ഇവിടെയാണ് 62.5. അതുപോലെ ഇവിടെ 135 ആണെങ്കിൽ അതിന്റെ പിറകിൽ വരും എന്ത്? 67.5. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? നമ്മൾ പഠിച്ച ഓരോ പോയിന്റുകൾ, സെക്ടർ എന്താണ്, സെഗ്മെന്റ് എന്താണ്, കോഡ് എന്താണ്, അതിനുശേഷം ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു സെഗ്മെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എല്ലാം സെയിം ആണെന്ന് പറഞ്ഞു. അത് ഡയമീറ്ററിന്റെ അറ്റങ്ങളെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അടുത്തായിട്ട് ആംഗിൾ കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ട്രയാംഗിൾ വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്കിനി ചെറിയൊരു പ്രൂഫ് ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം. ഇവിടെ ചിത്രത്തില് ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. അതായത് ഓപ്പോസിറ്റ് ആംഗിളിനെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് തെളിയിക്കണം? 180 കിട്ടുമെന്ന് തെളിയിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സർക്കിളിനകത്താണെങ്കിൽ വെറുതെ ഒരു ക്വാഡ്രിലാറ്ററൽ ഇരിക്കുമ്പോൾ 4 കോർണർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറയാം? സൈക്ലിക് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ 3 സർക്കിളായിട്ടാണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സർക്കിളും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. PQRS. ഇതിന്റെ പ്രൂഫ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇവിടുത്തെ ആംഗിളിൽ എക്സ് എന്ന് വിളിച്ചാൽ ഈ APSD എന്ന് പറയുന്ന സൈക്കിളിൽ കാണാമല്ലോ. കാരണം എന്താ? 4 കോർണറും സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ ആൾ എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ ഇവിടെ y ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 മൈനസ് y ആയിരിക്കും. ഇവിടെ 180 മൈനസ് എക്സ്. അങ്ങനെ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈനിൽ 2 ആംഗിൾ ഇരിക്കുന്നു. ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ ആൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം അവർ രണ്ടുപേരും സം എടുക്കുമ്പോൾ 180 കിട്ടും. ലീനിയർ പെയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ 180 മൈനസ് എക്സ് എങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ 180 മൈനസ് വൈ എങ്കിൽ ഇവിടെ വൈ. വീണ്ടും സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ്, ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ 180 മൈനസ് വൈ. ഓക്കെ, എഗെയിൻ വീണ്ടും ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഇവിടെ വൈ വരും, ഇവിടെ എക്സ് വരും. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ്, ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ 180 മൈനസ് വൈ. ഓക്കെ, ഞാൻ ആംഗിളുകളെല്ലാം ഫില്ല് ചെയ്തു. എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ ABCD സൈക്ലിക് ആണോ എന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളുകളെ കൂട്ടി നോക്കാം. ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അവിടെ എന്തുണ്ട്? 180 മൈനസ് എക്സ് ഉണ്ട്. രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ എക്സും മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യാമല്ലോ. എന്ന് മാത്രമേ മിച്ചമുള്ളൂ, 180. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 ആയി. ഇത് തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആരുണ്ട്? വൈ ഉണ്ട്. ഇവിടെ ആരുണ്ട്? 180 മൈനസ് വൈ ഉണ്ട്. വൈയും മൈനസ് വൈയും വെട്ടിപ്പോകും. ഒരേ ആള് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയേ ഉള്ളൂ? 180 ഉള്ളൂ. ഇങ്ങനെ നോക്കിയാലും എന്തേ ഉള്ളൂ? 180 ഉള്ളൂ. അപ്പൊ എന്താണ്? സൈക്ലിക് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പഠന എല്ലാ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കുകൾ കവർ ചെയ്തു. ഇന്ന് ആംഗിൾ ഇതിനകത്ത് നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് പ്രോപ്പർട്ടീസ്. പ്രൂഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പ്രൂഫ് ക്വസ്റ്റ്യൻ എങ്ങനെ വേണോ ചോദിക്കാം. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. എങ്ങനെ വേണോ ചോദിക്കാം.
അപ്പോൾ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക, ആ പ്രോപ്പർട്ടീസ് അതിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോജിക്ക് അനുസരിച്ചാണ്. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ആംഗിൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലെല്ലാ ആംഗിളും കണ്ടുപിടിച്ച് പഠിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനായിട്ട് കയ്യിലെടുക്കും, അതിൽ ഇങ്ങനെ ഒരു പടം നിന്ന് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കും എന്തായിരിക്കും ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അത് മാത്രം ചെയ്യരുത്, നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ ആംഗിളും കണ്ടുപിടിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ ഹാളിൽ പോയി അവർ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആംഗിൾ കണ്ടുപിടിക്കുന്ന ചോദ്യം പഠിക്കുക, അതിനുശേഷം സർക്കും റേഡിയസ് തന്നിട്ട് ട്രയാംഗിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിൾ ഇരട്ടി എടുക്കുക, സെൻട്രൽ ആംഗിൾ വരയ്ക്കുക, ട്രയാംഗിൾ വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ഉള്ളൂ ഈ പാഠം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അടുത്തൊരു പാഠമായിട്ട് കണ്ടുമുട്ടാം.